നമസ്കാരം, ഞാൻ ശക്തി. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി 4-ാം പാദം ഉത്തരട്ടാതി രേവതി നക്ഷത്ര ജാതരുടെ 2025 ഏകദേശം മാർച്ച് 29-ാം തീയതിയിൽ ഉണ്ടാകുന്ന ശനിയുടെ രാശിമാറ്റ സ്ഥിതി കൊണ്ടുള്ള ഒരു ബലസൂചനയാണ്. ഏകദേശം 2025 മാർച്ച് മാസം 29-ാം തീയതി ശനിക്കൊരു രാശിമാറ്റമുണ്ട്. ആ രാശിമാറ്റത്തിൻ്റെ ജ്യോതിഷ വിവരണങ്ങളടക്കമുള്ള വിഷയങ്ങൾ ഞങ്ങൾ പിന്നാലെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകരായിട്ടുള്ള മീനക്കൂറുകാരായിട്ടുള്ള പൂരുരുട്ടാതി 4-ാം പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രജാതരുടെ ജീവിതത്തിലൊരു മുൻകരുതൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ 2025 മാർച്ച് മാസം 29-ാം തീയതി നടക്കുന്ന ശനിയുടെ രാശിമാറ്റത്തിൽ മീനക്കൂറുകാരായിട്ടുള്ള പൂരുരുട്ടാതി 4-ാം പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രജാതരെ സംബന്ധിച്ച് ജന്മശനിയായിട്ടാണ് ശനിയുടെ രാശിമാറ്റം പരിവർത്തനപ്പെടുക. അവർക്ക് 7 ശനി ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 7 ശനിയുടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജന്മക്കൂറിൻ്റെ 12, 1, 2 ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന 7 വർഷക്കാലമാണ് 7 ശനി. അപ്പോൾ 2025 മാർച്ച് മാസം 29-ാം തീയതി ഏകദേശം 29-ാം തീയതി ശനി രാശി മാറുമ്പോൾ ഇവർക്ക് ജന്മശനി എന്ന് പറയുന്ന ഘട്ടം, അതായത് 7 ശനിയുടെ 2-ാം പാദത്തിലേക്ക് കടക്കുകയാണ്. അപ്പം 2025 മാർച്ച് മാസം ഏകദേശം 29-ാം തീയതി മുതൽ വീണ്ടും 5 വർഷക്കാലം ഇവർക്ക് 7 ശനി ദോഷമുണ്ട്. അതിൽ 2.5 വർഷം 7 ശനിയുടെ 2-ാം ഭാഗം. ഈ 7 ശനിയുടെ 2-ാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ അത് ജന്മശനി എന്ന് വ്യാഖ്യാനമുണ്ട്. 7 ശനി തന്നെയാണ്. അപ്പോൾ ഈ ജന്മശനി ദോഷത്തിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടി വരുന്നത് എന്നൊരു മുന്നറിയിപ്പ് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കുറച്ചെങ്കിലും ഒന്ന് ജാഗ്രതയും അലർട്ടുമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങളുടെ പ്രേക്ഷകരോട് അവരുടെ ഒരു സഹായവും സഹകരണവുമാണ് ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് 1-2 വർഷത്തിനുള്ളിലാണെങ്കിലും ചില പ്രതിസന്ധികൾ വരാനിടയുണ്ടെന്ന് ജ്യോതിഷപരമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ അത് സംബന്ധിക്കുന്ന ഒരു മുന്നറിയിപ്പ് അവർക്ക് കൊടുക്കേണ്ടുന്നൊരു ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ജ്യോതിഷപരമായിട്ടുള്ള രാശിമാറ്റത്തിൻ്റെ വിശദാംശങ്ങൾ രാശി മാറുന്ന സമയത്ത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. ഇപ്പോൾ മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി 4-ാം പാദം ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതരെ 2025 മാർച്ച് മാസം ഏകദേശം 29-ാം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ അതിനു മുൻപാണ് നമുക്ക് ജാഗ്രതയോടെ ശ്രദ്ധിക്കാം. കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന അഭിപ്രായങ്ങൾ ആരെങ്കിലും അറിവുള്ളവരുടെ ഒരു ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ക്രമപ്പെടുത്തുന്നത് നല്ലതാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ പലതും തെറ്റായി പോകാനിടയുണ്ട്. അതായത് 2025 മാർച്ച് മാസം 29-ാം തീയതിയാണ് ശനി മാറുന്നത്. തുടർന്ന് 2.5 വർഷക്കാലം ശനീശ്വരൻ്റെ 5 വർഷക്കാലം ഉണ്ടെങ്കിൽ പോലും ഏകദേശം 2.5 വർഷക്കാലം ജന്മശനിയായിട്ട് നിൽക്കും. അപ്പോൾ ജന്മശനിയായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിലും ഇപ്പം മുതലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു വിഷയത്തിലും ഇപ്പോൾ മുതൽ ശ്രദ്ധിക്കാം. ശനിയുടെ ഇപ്പം നിങ്ങൾക്ക് 2025 മാർച്ച് മാസം 29-ാം തീയതി ശനി രാശി മാറുന്നതും അനുകൂലമല്ല, ജന്മശനിയിലേക്കാണ് പോകുന്നത്. അപ്പം ചിന്താക്ലേശവും ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാകാനിടയുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ കുടുംബപരമായിട്ട് എടുക്കേണ്ടി വരുന്ന ഏതൊരു വിഷയങ്ങളുടെയും തീരുമാനം വളരെ ആലോചിച്ചും കണ്ടും മാത്രം എടുക്കുക. ശനീശ്വരനെ സംബന്ധിച്ച് നമ്മൾ ജ്യോതിഷത്തിൽ വിലയിരുത്തുന്നത് ഒരു തരത്തിലും മുഖസ്തുതി കൊണ്ടോ പ്രലോഭനങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും കാഴ്ചദ്രവ്യങ്ങളുടെ സമർപ്പണം കൊണ്ടോ ഒരിക്കലും ആർക്കും സ്വാധീനിക്കാൻ പറ്റാത്ത ഒരു നീതിപതിയാണ് ശനീശ്വരൻ എന്നാണ്. അദ്ദേഹത്തെ കുറേ സ്തുതിവചനങ്ങൾ ചൊല്ലി വീഴ്ത്താമെന്ന് വെച്ച് കണക്കില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് എള്ള് സാധമൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്ത് പ്രീതിപ്പെടുത്തി ഇതൊന്നും നടക്കില്ല. കാരണം അദ്ദേഹത്തെ ജ്യോതിഷത്തിൽ വിലയിരുത്തുന്നത് നിഷ്പക്ഷമതിയും നീതിമതിയും ആയിട്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യനായിട്ടാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ വിട്ടുവീഴ്ചയൊന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മളുടെ കർമ്മം എന്താണോ അതനുസരിച്ചുള്ള ഫലം നമുക്ക് കിട്ടിയിരിക്കും, ഒരു തർക്കമില്ല കാര്യം. എന്നാൽ മുജ്ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങൾ മാത്രമല്ല, ശനീശ്വരൻ നമ്മളെ ബാധിക്കുമ്പോൾ ഈ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മഫലങ്ങളെ കൂടെ അദ്ദേഹം പരിശോധിക്കാറുണ്ട്. അപ്പം കർമ്മം ശുദ്ധിയുള്ളതായിരിക്കണം. എങ്ങനെ ശുദ്ധിയുള്ളതായിരിക്കും?
മറ്റൊരു മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ നമ്മളൊന്നും ചെയ്യരുത്. അത് മരുമോളായാലും അമ്മായിയമ്മയായാലും അച്ഛനായാലും മകനായാലും ചേട്ടനായാലും അനിയനായെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും പരസ്പരം വേദനിപ്പിക്കുകയും ഭാരവിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഉള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. അന്യൻ്റെ മതിൽക്കെട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാതിരിക്കുക. അതിൽ ഒളിഞ്ഞു നോട്ടി അവരുടെ എന്ത് നടക്കുന്നതൊന്നും നോക്കരുത്. ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകും. വ്യക്തമായിട്ട് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും അത് മറ്റൊരാളുടെ ജീവിതം തകർക്കുന്ന വിഷയമാണെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാതിരിക്കുക, അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക. മറ്റേതെങ്കിലും കുഞ്ഞുങ്ങളുടെ കല്യാണം കലക്കാനോ കുടുംബജീവിതം തകർക്കാനോ ദാമ്പത്യ ജീവിതം തകർക്കാനോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ തടയുന്ന രീതിയിലേക്ക് നമ്മളുടെ നാക്കുകൾ വളച്ചൊടിക്കാനോ ഒന്നും തന്നെ പോകാതിരിക്കുക. കാരണം കർമ്മഫലം കൂടെ നോക്കിയാണ് ശനി മാർക്കിടുന്നത്. അപ്പം നമ്മൾ വീണ്ടും പഴയ തൊഴിലുമായിട്ടിരിക്കുകയാണെങ്കിൽ ശനീശ്വരൻ ഇപ്പം തന്നെ ഏകദേശം ബാധിച്ചു കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഇതിലേക്ക് കാര്യങ്ങളുമായിട്ട് പോകണമെങ്കിൽ എന്ത് പറ്റും? പിന്നാലെ പണി കിട്ടും. നമ്മൾ ഏറ്റവും കൂടുതൽ താല്പര്യം വയ്ക്കുന്ന, ഏറ്റവും കൂടുതൽ ഭ്രമിച്ചു കിടക്കുന്ന ഏതെങ്കിലും ഒരു നഷ്ടം നമുക്കുണ്ടാകും. അത് ചിലപ്പം ചില വ്യക്തികളുടെ വിയോഗമായിരിക്കും, ചില വ്യക്തികളുടെ വേർപാടായിരിക്കും, ചില വ്യക്തികളുടെ അകന്നുപോക്കായിരിക്കും, ചില വസ്തുക്കളുടെ നഷ്ടപ്പെടലായിരിക്കും. ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് എന്നെന്നും ഓർമ്മിക്കുന്ന തരത്തിൽ ഒരു നഷ്ടം നമ്മളെ ബാധിക്കും. ഈ നഷ്ടം നമ്മളെ എന്തിനാണ് ബാധിക്കുന്നത്? അത് നേടാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തോട്ടുള്ള റിസ്ക് അത്ര ശരിയല്ലായിരിക്കും. വളരെ സൂക്ഷിച്ച് നമ്മൾ ശ്രദ്ധിച്ചറിയാം. എന്തു തന്നെ ആയാണെങ്കിലും അത് നമ്മളുടെ കൈവശം വരുത്തിയത് അല്ലെങ്കിൽ കൈവശം വന്നത് ഏത് രീതിയിലാണോ ആ രീതിക്കൊരു നീതികേടുണ്ടായിരിക്കും. ആ നീതികേട് തിരുത്തപ്പെടുക നടക്കും. അതുപോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുതികാലിപെട്ട് സ്ഥാനമാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടാൻ വേണ്ടിയിട്ട് മറ്റുള്ള നല്ലവരെക്കുറിച്ച് പോലും വേണ്ടാതീനങ്ങൾ പ്രചരിപ്പിക്കുക, അഴിമതി നടത്തുക, മറ്റുള്ളവൻ്റെ ധനം അടിച്ചു മാറ്റുക, നടക്കാത്ത മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ ആളുകളെ പറ്റിക്കുക, അതുപോലെ തന്നെ ചെയ്യുന്ന സ്വന്തം കർമ്മം ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ നിന്നും ധനം അപഹരിക്കുക. ഇങ്ങനെയുള്ള എല്ലാ വേണ്ടാതീനങ്ങൾക്കും അറുതി വരുത്തണം ശനീശ്വരൻ. അല്ലെങ്കിൽ ഇവയെല്ലാം എടുത്ത് പുറത്തിടും, പ്രശ്നമാകും, ദുഷ്കീർത്തിയാകും, സൽകീർത്തി പോകും, നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളുണ്ടാകും. അതുപോലെ തന്നെ പരസ്പരം വഞ്ചിക്കുക. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർ പരസ്പരം വഞ്ചിക്കുക, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വഞ്ചിക്കുക, ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്ക് വേറൊരു ബന്ധം, ഭാര്യ അറിയാതെ ഭർത്താവിന് വേറൊരു ബന്ധം, അതിലൂടെ അഭിരമിച്ചു പോവുക. ഇതൊക്കെ ശനീശ്വരൻ വിളിക്ക് കൊണ്ടുവരും, പുറത്തു കൊണ്ടുവരിക മാത്രമല്ല അതൊക്കെ കൊണ്ട് ശക്തമായിട്ടുള്ള തിരിച്ചടികളും തരും. ശനീശ്വരന് നമ്മൾ നേരത്തെ ജ്യോതിഷത്തിൽ പറഞ്ഞ കണക്ക് കുറേ മൗസ്തുതി അങ്ങോട്ട് വ്യാപകരില്ലാതിരുന്നുണ്ട്, കീർത്തിച്ചു കൊണ്ടൊന്നും അങ്ങേര് വീഴത്തില്ല. അങ്ങേര് ഇതിനേക്കാളും വലിയ തരികട പിടിച്ചവരെ കണ്ടേച്ചും വരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ഒരു പ്രാർത്ഥനയെ സ്തുതിയായിട്ട് ചെല്ലുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമല്ല, നമ്മളെ അങ്ങ് നന്നാക്കുക, നമ്മളിൽ തന്നെയുള്ള മാറ്റം വരുത്തുക. വഴിവിട്ട ബന്ധങ്ങളിലൂടെ പോവുകയാണെങ്കിൽ അത് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് മാന്യമായിട്ട് ജീവിക്കുക. മോഷണം നടത്തുകയാണെന്നെങ്കിൽ ആ മോഷണം നിർത്തിക്കൊണ്ട് നമ്മൾ മാന്യമായിട്ട് ജീവിക്കുക. അഴിമതി നടത്തുകയാണെങ്കിൽ അഴിമതി നിർത്തിക്കൊണ്ട് നമ്മൾ മാന്യമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഇതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ നമ്മുടെ കർമ്മത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് മാത്രമേ ശനി ദോഷ പീഡകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. അതല്ലാതെ ഏതെങ്കിലും മുട്ടിനായി കുറച്ച് നീരാജനം തെളിയിച്ചു ഉടനെ ശനീശ്വരൻ അതെല്ലാം കണ്ട് സന്തോഷമായി നമ്മൾ അനുകരിക്കുന്നു. ആരും തെറ്റിദ്ധരിക്കരുത്. ജ്യോതിഷപരമായിട്ട് പരിഹാരം പറയുമ്പോൾ നീരാജനം എഴുതാറുണ്ടെന്നുള്ളത് വസ്തുത. പക്ഷേ തുടർച്ചയായിട്ട് എല്ലാ ശനിയാഴ്ചയും നീരാജനം നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏത് വേണ്ടാധീനത്തിനും ശനീശ്വരൻ കോട്ട പിടിക്കുമെന്ന് ആരും കരുതില്ല. അതൊന്നും അദ്ദേഹത്തിന് ബാധകമുള്ള കാര്യങ്ങളല്ല. അപ്പം നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നൊരു കാലഘട്ടമാണ് ശനിദോഷം. അതിലാരാണോ ഏത് വഴിയാണോ വഴിവിട്ട് സഞ്ചരിക്കുന്നത്, അത് സാമ്പത്തിക കാര്യത്തിലായാലും തൊഴിൽപരമായിട്ടുള്ള കാര്യത്തിലായാലും വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും അത് തിരുത്തിയില്ലെങ്കിൽ പണി കിട്ടും. രണ്ടാമത്തെ കാര്യം, ശനീശ്വരൻ ഏറ്റവും കൂടുതൽ പ്രിയമുള്ളത് വാർദ്ധക്യം ബാധിച്ചവരും വൈകല്യമുള്ളവരുമായിട്ടാണ്. അതായത് വൃദ്ധരോട് ശനീശ്വരന് പ്രത്യേക സിമ്പതിയുണ്ട്. അതുപോലെ തന്നെ വൈകല്യം ബാധിച്ചവരോട് ശനീശ്വരൻ്റെ പ്രത്യേക സിമ്പതിയുണ്ട്. ഭിക്ഷയെടുത്ത് ജീവിക്കുന്നവരോടും ശനീശ്വരൻ്റെ പ്രത്യേക സിമ്പതി ഉണ്ടെന്നാണ് ഐതിഹ്യം. അപ്പം വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവനെ സംബന്ധിച്ച് ശനീശ്വരൻ വെറുതെ വിടുമോ? വിടില്ല. വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ വേണ്ട രീതിയിൽ പരിചരിക്കാത്തവൻ,
അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ളവരെ അപമാനിക്കുന്നവൻ, അപഹസിക്കുന്നവൻ, കയ്യേറ്റം ചെയ്യുന്നവൻ, അവരെ കുറിച്ച് ദുരാരോപണം പറയുന്നവൻ, വൈകല്യമുള്ളവരെ പരിഹസിക്കുന്നവൻ, അവർക്ക് ദ്രോഹം ചെയ്യുന്നവൻ, അവൻ്റെ നടവഴി പോലും കെട്ടിയടയ്ക്കുന്നവൻ, അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ളവരെ ഒരു തരത്തിലും ഗുണപ്പെടുത്താതെ അവർക്ക് പരദ്രോഹം ചെയ്യുന്നവരെയൊക്കെ ശനീശ്വരൻ കഠിനമായിട്ട് പീഡിപ്പിക്കും. അതവൻ എത്ര വലിയ ഉന്നത കുലജാതനായാലും എത്ര വലിയ കാശുകാരനായാലും ശനീശ്വരൻ അതൊന്നും ബാധകമില്ല. അപ്പം മാതാപിതാക്കളെ മാത്രമല്ല വൃദ്ധരെന്ന് പറഞ്ഞാൽ വാർദ്ധക്യം ബാധിച്ച ഏതൊരു വ്യക്തി, വാർദ്ധക്യം ബാധിച്ചവരെ നമ്മൾ ഈ കാലഘട്ടത്തിൽ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. സഹായിച്ചില്ലെങ്കിലും കുടയില്ലാത്തവന് ശനിദോഷമായിട്ട് പറയുന്നത് വൃദ്ധനായിട്ടുള്ള കുട പിടിച്ചുകൊണ്ട് വെയിലത്ത് കുട പിടിച്ചുകൊണ്ട് കുട ദാനം ചെയ്യണം, ചെരുപ്പ് ദാനം ചെയ്യണം എന്നൊക്കെ ആചാര്യന്മാർ എഴുതി വെച്ചിരിക്കുന്നത് വെറുതെ അല്ല. അതുപോലെ തന്നെ വൈകല്യമുള്ളവരെ സംബന്ധിച്ച് വൈകല്യമുള്ള വ്യക്തികളെ നമ്മൾ പരിഹസിക്കാനോ അവർക്ക് ദ്രോഹം ചെയ്യാനോ ഒന്നും പോകരുത്. സ്വന്തം കുടുംബത്തോട് തന്നെ നീതി പുലർത്തണം, വാർദ്ധക്യമുള്ളവരുടെ നീതി പുലർത്തണം, വൈകല്യമുള്ളവരുടെ നീതി പുലർത്തണം. ഇതൊന്നും പുലർത്താതെ കിട്ടുന്ന കാശിന് കള്ളു അടിച്ച് കഞ്ചാവ് അടിച്ച് നമുക്ക് തോന്നിയ പോലെ കുറേ മാംസവും പറിച്ച് മത്സ്യവും മാംസമൊക്കെ പഠിച്ച് ഇതാണ് ഭൂലോകം എന്നും പറഞ്ഞ് നടന്നാൽ ഈശ്വരനുമില്ല ബ്രഹ്മനുമില്ലെന്ന് പറഞ്ഞ് നടന്നാൽ ശനീശ്വരൻ വരും, പണി തരും. അന്നേരം നമ്മൾ മാറിയിരുന്നുണ്ട് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളെ മൊത്തം തെറി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നവഗ്രഹങ്ങളെ മൊത്തം ആക്ഷേപിച്ചിട്ട്, അല്ലെങ്കിൽ ജ്യോതിഷത്തെ മുഴുവൻ കുറ്റം പറഞ്ഞിട്ടൊന്നും നമുക്ക് ഒരു റിസൾട്ടും ഫലം ഉണ്ടാകത്തില്ല. ഈശ്വരനില്ലാന്ന് ചില സമയത്തിൽ ബാധിക്കാറുണ്ട്. അങ്ങനെ ബാധിച്ചുകൊണ്ട് ഈശ്വരൻ എന്താ പ്രശ്നം? നമ്മളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് ഈശ്വരൻ നിലനിൽക്കുന്നത്, ഒന്നുമല്ല. അപ്പോൾ നമ്മളെ തന്നെ ശുദ്ധീകരിച്ചെടുക്കുവാനുള്ളൊരു വേദിയാണ്, ഒരവസരമാണ് ശനിദോഷ കാലഘട്ടം. ശനിദോഷ കാലഘട്ടത്തിൽ ശനിദോഷം നമ്മളെ ബാധിക്കുമ്പോൾ നമുക്ക് എന്താണോ യോഗ്യമല്ലാതെയുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് യോഗ്യം മാത്രമായ പോലെ പ്രപഞ്ചത്തിനും യോഗ്യമായിരിക്കുക. സഹജീവികൾക്ക് പരദ്രോഹം ചെയ്യുക, വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയൊക്കെ അകാരണമായിട്ട് ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു വരുന്ന പരദ്രോഹമാണ്. ഇങ്ങനെ നമ്മളെ കൊണ്ട് മറ്റുള്ളവൻ്റെ ഏതൊരു മൃഗത്തിൻ്റെയോ പക്ഷികളുടെയോ വ്യക്തികളുടെയോ കണ്ണ് നിറയുന്നുവെങ്കിൽ, അവരുടെ മനസ്സ് വിഷമിക്കുന്നുവെങ്കിൽ, അവർക്ക് സ്വസ്ഥതക്കേടുണ്ടാകുന്നെങ്കിൽ അതെല്ലാം പരദ്രോഹമാണ്. അതിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ തിരിച്ചടി മേടിക്കും. കാരണം നമ്മൾ ചില ആളുകൾ പറയാറില്ലേ, ഈ തിരിച്ചടിക്കാൻ കഴിവില്ലാത്തവനെ നമ്മളൊരാൾ കൂടുതലായിട്ട് മർദ്ദിച്ചു കഴിയുമ്പോൾ അവൻ അടിയെല്ലാം വാങ്ങിച്ച് എഴുന്നേറ്റതിന് ശേഷം പറഞ്ഞൊരു ഡയലോഗുണ്ട്. എന്താണ്? നിന്നോട് ദൈവം ചോദിക്കും. അത് ശരിയാണ്. അങ്ങനെ അവന് വേണ്ടിയിട്ട് കൂടെ ചോദിക്കാൻ വേണ്ടി ദൈവം ഏർപ്പാടാക്കിയിരിക്കുന്ന ഒരാളാണ് ശനീശ്വരൻ. അപ്പോൾ ശനീശ്വരൻ ഏഴര ശനിയുടെ 2ാം ഘട്ടത്തിലൂടെ കടന്ന് പോകുന്നു, അവിടെ നിന്ന് 3ാം ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ആ സമയത്ത് നമുക്ക് കൂടുതൽ തിരിച്ചടികൾ, കൂടുതൽ പീഡനങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക, നമ്മളെ തന്നെ ക്രമപ്പെടുത്തുക. നമ്മൾ നിയന്ത്രിക്കേണ്ടുന്ന പല കാര്യങ്ങളുമുണ്ട്. അത് ഇന്ന് തന്നെയാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് നമ്മൾ നമ്മളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയാൽ, നമ്മളിലേക്ക് തന്നെ നല്ലപോലെ ആത്മപരിശോധന നടത്തിയാൽ നമ്മളിൽ തിരുത്തേണ്ടുന്ന പല സ്വഭാവങ്ങളുമുണ്ട്. അത് അവരവരിലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അറിയാം. അത് ശരിയല്ലെന്ന് നിങ്ങളുടെ മനസ്സാക്ഷിയിൽ പറയും. അത് ശരിയല്ലെങ്കിൽ ശരിയല്ല, അവിടെ നിർത്തിയേക്കണം. അതിലൊരു ന്യായീകരണം പിന്നെ കണ്ടെത്താൻ ശ്രമിക്കരുത്. അതുതന്നെയാണ് ഈ ശനിദോഷകാലത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള ശനീശ്വരൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചുള്ള ജ്യോതിഷപരമായിട്ടുള്ള വിശദീകരണം തുടർന്നുള്ള വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നമസ്കാരം.